അപ്പോൾ ഇന്നത്തെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ സമയം നോക്കി 8:45 കേട്ടോ. കിച്ചൺ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊടുത്തിൻ്റെ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കയറി ഉമ്മ ചോറ് വെച്ച് ഉമ്മയും കടന്നു. അപ്പോൾ പിന്നെ 8:45 അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു കളൻ മത്സ്യം കളിക്കാം ഋഷിയോ നമുക്ക് കളൻ മത്സ്യം കളിക്കാം പേപ്പർ എടുക്കേ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളി തുടങ്ങി കേട്ടോ. ഞാൻ റിഷു റിജു റിതു സനു നൂനു അങ്ങനെ 6 ആൾക്കാരാണ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോലീസിന് 500, കള്ളന് വട്ടപ്പൂജ്യം, റാണി 2000, രാജാവ് 1000, മന്ത്രി 700, പട്ടാളം 800. ഇത്ര ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാക്കയും പൂച്ചയും ഇല്ലാത്ത മലാമത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരായിട്ട് ഇങ്ങനെ കളി തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം കള്ളനും പോലീസും കളിച്ചാൽ ഞാൻ എന്തായാലും തോൽക്കില്ല. ബേക്കിൽ നിന്ന് ഫസ്റ്റ് എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ എന്താണെങ്കിലും ഞാൻ കളിച്ചിട്ടോ, നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കളിച്ച് എനിക്കറിയാം തോൽക്കുന്നില്ല. ഓലൊക്കെ കള്ളക്കളിയാണ്. അത് കോഴിത്തല മറ്റേ കളർ വെച്ച് കണ്ടില്ല കളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. കാരണം അതൊരു ബുദ്ധിപരമായി കളിക്കേണ്ട കളിയാണ്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനതിൽ ജയിക്കലുണ്ട്. പക്ഷേ ഈ കളിയിൽ ഞാൻ തോൽക്കും. ഇവരൊക്കെ കള്ളക്കളിയാണ്. നമുക്ക് റിജുവിൻ്റെ ഒക്കെ കണ്ടുണ്ടറിയാം ഫുള്ള് കള്ളക്കളിയാണ്. അവനെ ആരെങ്കിലും പേപ്പർ തുറക്കണ്ടോ നോക്കി നിൽക്കണം എനിക്ക് പാളി വെക്കാൻ. അപ്പോൾ ഏതാണെങ്കിലും സംഭവം നമ്മൾ കളിച്ച് ഞാൻ തോറ്റിക്കണമെന്നില്ല, വേറൊരു സത്യം കേട്ടോ. ഇതിൽ ഞാൻ തോൽക്കാൻ കാരണം എന്താ വെച്ചാൽ ഓലൊക്കെ എന്നെ പറ്റിച്ചിരിക്കാനുണ്ട്. കേസോൾക്ക് രാജാവ് കിട്ടിയ ഓല് പറയും ഞാൻ രാജാവാണ്, കള്ളനെ കിട്ടിയ ഓല് പറയും ഞാൻ പോലീസാണെന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെ പറ്റിച്ചിട്ടോ. അല്ലെങ്കിൽ കളിയിൽ ഞാൻ തന്നെ ജയിക്കേണ്ടതാണ്. പിന്നെ എന്താ വെച്ചാൽ 4 വട്ടം കള്ളനെ കിട്ടി എനിക്ക്, പിന്നെ 1 വട്ടം പോലീസിനെ കിട്ടിയാൽ ഞാൻ തെറ്റിച്ചും പറഞ്ഞു. പിന്നെ എനിക്ക് കള്ളനെ കിട്ടിയപ്പോൾ ഓല് ശരിയും പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും ഞാൻ തോൽക്കും. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങാടിക്ക് പോയത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന വരെ നമുക്ക് കളിക്കാൻ കണ്ട് അങ്ങനെ കളിച്ചതാണ്. അപ്പോൾ ഏതായാലും ഈ കളിയിൽ നൂനാണ് ഫസ്റ്റ് കൊണ്ടുപോയത്. പിന്നെ ആരൊക്കെയെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ തോറ്റതുകൊണ്ട് എനിക്ക് അവിടെ കളി മതിയും കണ്ട് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ അവരോട് ബൈമാന് പോയിട്ടോ. ഞാൻ തോൽക്കുന്നു കണ്ടപ്പോൾ ഞാൻ അവളോട് കുറേ പറഞ്ഞു നോക്കിയിട്ട് കളി വേണ്ടത് ശരിയായിട്ടില്ല, നമുക്ക് ആദ്യം മുതൽ കളിക്കാമെന്നൊക്കെ. അതുപോലെ അമ്പിനും വില്ലിനും എടുക്കണില്ല. കളനെ കിട്ടല്ലേ പറച്ചനെ. എനിക്ക് പിന്നെയും കളനെ കിട്ടിയപ്പോൾ പിന്നെ കളിയാക്കിയതാണ് ഇപ്പം കേട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ തോറ്റപ്പോൾ ഞാൻ ഈ കളിയിൽ തോറ്റപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എന്നെ കളൻ പോലീസും കളിക്കാൻ വിളിക്കരുത്, വേറെ എന്തെങ്കിലുമൊക്കെ കളി ഉണ്ടെങ്കിൽ വല്ല കൊയ്ത്തലേ അങ്ങനത്തെ എന്തെങ്കിലും കളി പെൺമൃഗമൊക്കെ കളിച്ചു ഞങ്ങൾ ആദ്യമൊക്കെ. അപ്പോൾ അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കെപ്പോഴും ഒരു രാജാവിനെ റാണിനെയൊക്കെ കിട്ടിയിട്ട് ഒരു 3-4 കള്ളന്മാരെ കിട്ടണതിൻ്റെ ഇടയ്ക്ക് ഊറട്ടാതിരിക്കാൻ വേണ്ടിയുണ്ട്. എന്ത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, മൊത്തത്തിൽ ഫുള്ള് വടിയെന്ന് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ എന്തായാലും ഇവർ കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഓരന്മാരൊക്കെ പോയിട്ടോ, 2 നാത്തുമാരെ മക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ഓരൊക്കെ പോയി. ഇനി ഇവർക്ക് നാളെ മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം കൂടി ഇവരുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ കള്ളൻ പോലീസിൽ ഞാൻ ഇടപെടൽ മൂഞ്ചി നിൽക്കുന്നതായതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര കൊള്ളുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നൂനുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ആ പേപ്പറിൽ കണ്ടത് കേട്ടോ.